അമേരിക്കയിലെ ഡാലസിൽ പ്രഭാത നടത്തത്തിനിടെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനാസിയസ് യോഹന്നാൻ പ്രഥമൻ മെത്രാപൊലീത്ത KP യോഹന്നാൻ അദ്ദേഹത്തിന് പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണെന്നാണ് ഞങ്ങൾ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ അടിയന്തര ശസ്ത്രക്രിയ പൂർത്തിയായിരുന്നു. നെഞ്ചിനും തലയ്ക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ശരിക്കും എന്താ സംഭവിച്ചത്? ഇദ്ദേഹം പ്രഭാത സവാരിക്ക് പോയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അമേരിക്കൻ സമയം രാവിലെ. ഗുഡ് മോർണിംഗ് SK. അതെ, പ്രഭാത നടത്തത്തിനായിട്ടാണ് അദ്ദേഹം പോയത്. ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപകൻ ഡോക്ടർ KP യോഹന്നാൻ ഇപ്പോൾ സഭയുടെ പ്രഥമ ബിഷപ്പായി മാർ അത്താനാഷ്യോസ് യോഹാൻ മെത്രാപോലിത്ത എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹം അമേരിക്കയിൽ ഡാലസിൽ പ്രഭാത നടത്തത്തിനിടയിലാണ് ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്ത് ഡാലസിലെ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. തീവ്ര പരിചരണ വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്ത അദ്ദേഹത്തെ പിന്നീട് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ഇപ്പോൾ അല്പസമയം മുമ്പ് ശസ്ത്രക്രിയ വിജയകരമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നാണ് കുറച്ചു മുമ്പ് വരെ നമുക്ക് ലഭിച്ച വിവരം. അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. രക്തസ്രാവം പൂർണ്ണമായി നിർത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. സർജറി കഴിഞ്ഞുള്ള ബോധം അദ്ദേഹത്തിന് വീണ്ടും കിട്ടിയിട്ടുമില്ല. അദ്ദേഹത്തെ ഇടിച്ച വാഹനത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഇപ്പോഴും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം നടക്കുന്നു എന്ന് മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഡാലസിൽ ഡോക്ടർ KP യോഹന്നാൻ എത്തുമ്പോൾ സാധാരണ നിലയിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരു വലിയ ക്യാമ്പസ് ആണ്, അതിനുള്ളിൽ തന്നെയായിരുന്നു അദ്ദേഹം പതിവായി നടക്കാറുള്ളത്. എന്നാൽ ഇന്ന് അതിന് വിപരീതമായി പുറത്ത് റോഡിലേക്ക് നടക്കുവാൻ ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ ഒരു വാഹനം വന്ന് ഇടിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തത്. ഇന്ത്യൻ സമയം ഇന്നലെ വൈകുന്നേരം 5:30 കൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഡാലസ് നഗരത്തിൽ നിന്ന് ഏകദേശം 60 മൈൽ അകലെ ബിൽസ് പോയിന്റിലാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ഈ ആസ്ഥാനം. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹത്തിന്റെ പരിപൂർണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് സഭയുടെ കേന്ദ്രങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രൻ റവറൻ ഡാനിയലും ചില അടുത്ത ബന്ധുക്കളും ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. സഭയുടെ മറ്റ് ആൾക്കാർ ഡൽഹിയിൽ നിന്നും ഡോക്ടർ സിജോ അച്ഛനെ പോലുള്ളവരും ഒക്കെ ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. ഡോക്ടർ KP യോഹന്നാൻ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം 74 വയസ്സാണ്. 4 ദിവസം മുമ്പാണ് അദ്ദേഹം അമേരിക്കയിലെ ഡാലസിൽ എത്തിയത്. ഡോക്ടർ KP യോഹന്നാൻ SK വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ ബിരുദ പഠനത്തിനായിട്ടാണ് ഡാലസിൽ എത്തിയത്. പിന്നീട് ഈ ഡാലസിൽ തന്നെ ഗോസ്പൽ ഫോർ ഏഷ്യ എന്നൊരു സ്ഥാപനം അദ്ദേഹം തുടങ്ങുകയായിരുന്നു. ഈ മാസം 29-ാം തീയതി ബിലീവേഴ്സ് ചർച്ചിന്റെ 600 ഏക്കർ പരന്നു കിടക്കുന്ന ക്യാമ്പസിൽ ഈ പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിച്ച മലയാളികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കുമൊക്കെ അതിലേക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചതായിരുന്നു. അതിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് ഈ വാർത്ത എത്തുന്നത്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് അദ്ദേഹം പ്രധാനമായും അമേരിക്കയിൽ എത്തിയത്. SK. മധു കൊട്ടാരക്കര. ഡോക്ടർ KP യോഹന്നാന് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ നടക്കാനിറങ്ങിയായിരുന്നു അദ്ദേഹം. ഡാലസിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം എളുപ്പം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അല്ലാതെ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക?